നമ്മുടെ സമയം അധികം ഇല്ലാത്തതുകൊണ്ട് 31-ാം സങ്കീർത്തനം 19-ാം വാക്യം വായിക്കാം. Psalms 31 verse 19. 31-ാം സങ്കീർത്തനം 19-ാമത് വാക്യം വായിക്കാം. യെസ്. നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നെ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുക നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലുത്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഭക്തന്മാർക്കുള്ള അനവധി അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഭക്തന്മാർക്കുള്ള അനുഗ്രഹം പഠിക്കും മുമ്പ് ഭക്തൻ ആരാണെന്ന് പഠിക്കണം. വിശുദ്ധ ബൈബിളിൽ ഭക്തി എന്നതിന് 4 പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഭക്തി എന്നൊരു വാക്കിന് 4 വാക്കുകൾ. 1 ഫിയർ, 2 റെവറൻസ്, 3 ലവ്, 4 ഒബീഡിയൻസ്. ഭക്തി എന്നൊരു വാക്കിന് 4 അർത്ഥങ്ങളുണ്ട്. പറഞ്ഞാട്ടെ. 1 ഭയം, 2 ബഹുമാനം, 3 സ്നേഹം, 4 അനുസരണം. ആരാണ് ദൈവഭക്തൻ? ഒറ്റ വാക്കിൽ മറുപടി: എല്ലാവരെക്കാളുപരി, എല്ലാറ്റിനേക്കാളുപരി ആര് ദൈവത്തെ സ്നേഹിക്കും അവനാണ് ഭക്തൻ. എല്ലാവരെക്കാളുപരി, എല്ലാറ്റിനേക്കാളുപരി ആര് ദൈവത്തെ ബഹുമാനിക്കും അവനാണ് ഭക്തൻ. എല്ലാവരെക്കാളുപരി, എല്ലാറ്റിനേക്കാളുപരി ആര് ദൈവത്തെ സ്നേഹിക്കും അവനാണ് ഭക്തൻ. എല്ലാവരെക്കാളുപരി, എല്ലാറ്റിനേക്കാളുപരി ആര് ദൈവത്തെ അനുസരിക്കും അവനാണ് ഭക്തൻ. ഇന്ത്യയിൽ 1000-ഓളം ദൈവമക്കൾ ആരാധിക്കുന്ന ഒരു ആരാധനയിൽ ഞാൻ 1-ലധികം പ്രാവശ്യം പ്രസംഗിച്ചിട്ടുണ്ട്. അവിടെ ആരാധനയ്ക്ക് വരുന്ന ദൈവമക്കളുടെ പ്രത്യേകത അവർ വരുന്നവർ മുമ്പിൽ നിന്ന് ഇരുന്ന് തുടങ്ങും. മറ്റു പലയിടത്തും ഞാൻ കണ്ടത് നമുക്കെല്ലാവരും സ്ഥിരം സീറ്റുണ്ട്, അവിടെ നമ്മൾ ഇളകത്തില്ല. അവിടെ വരുന്നവർ മുമ്പിൽ നിന്ന് ഇരിക്കും. അവർ മുട്ടിന്മേൽ നിൽക്കും. ആരാധന ആരംഭിക്കും മുമ്പ് അവരുടെ കണ്ണുകൾ നിറഞ്ഞ് കവിഞ്ഞൊഴുകും. ഇതൊക്കെ നമുക്ക് അഡോപ്റ്റ് ചെയ്യാവുന്ന കാര്യമാണ്. അവരുടെ എല്ലാം കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തി അവരോരേ ശബ്ദത്തിൽ ഇങ്ങനെ വിളിച്ചു പറയും: എല്ലാവരെക്കാളുപരി, എല്ലാറ്റിനേക്കാളുപരി ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്നു. ഇതിനകത്ത് വന്നിരിക്കുന്ന എത്ര പേർക്ക് തൻ്റെ ഇടത്തോട് പറയാൻ കഴിയും: എൻ്റെ അപ്പനേക്കാളുപരി, എൻ്റെ അമ്മയെക്കാളുപരി, എൻ്റെ ഭാര്യയെക്കാളുപരി, എൻ്റെ ഭർത്താവിനേക്കാളുപരി, എൻ്റെ ജോലിയേക്കാളുപരി ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്നു പറയാൻ തൻ്റെ ഇടമുള്ളവർ കൈ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്ക്. വാ തുറന്ന് അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ട്. ഇന്ന് രാവിലെ കൈകൾ ഒന്ന് അടിച്ചു തുടങ്ങിയാട്ട്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ വാ തുറന്ന് പറ, കൈ അടിച്ചുകൊണ്ട് പറ, ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ: എനിക്ക് എല്ലാറ്റിനേക്കാൾ വലുതെൻ്റെ കർത്താവ്, എൻ്റെ ജീവനേക്കാൾ വലുതെൻ്റെ യേശുവാണ്. ഹല്ലേലൂയ! എല്ലാറ്റിലും വലുതെൻ്റെ യേശുവാണ്, എല്ലാറ്റിലും വലുതെൻ്റെ കർത്താവാണ്. ഹല്ലേലൂയ! സമയം ചുരുക്കമാണ്. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇനിയുള്ള കാര്യങ്ങൾ ചിന്തിപ്പാൻ. അങ്ങനെയുള്ള ഒരു ഭക്തന് വേണ്ടി ദൈവം ചെയ്യുന്ന 20ഓളം കാര്യങ്ങൾ വിശുദ്ധ ബൈബിളിലുണ്ട്. അതിലൊരു വാക്യമാണ് നമ്മൾ വായിച്ചത്. 20.2 കാര്യം പഠിക്കാം. എന്താണ് വായിച്ചത്? നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി ആര് കാണുക? മനുഷ്യപുത്രന്മാർ കാണുക നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലുത്. അപ്പോൾ 1, ദൈവം തൻ്റെ ഭക്തന് വേണ്ടി നന്മ കരുതി വെക്കുന്നു. പറഞ്ഞാട്ട്, നന്മ നോക്കി വെക്കുന്നു, നന്മ സംഗ്രഹിച്ചു വെക്കുന്നു. നിങ്ങൾ ചെയ്യുന്ന ജോലി ദൈവം നിങ്ങൾക്ക് വേണ്ടി നോക്കി വെച്ചിരുന്നതാണ്. നിങ്ങളുടെ വീടിരിക്കുന്ന സ്ഥലം ദൈവം നിങ്ങൾക്ക് വേണ്ടി നോക്കി വെച്ചിരുന്നതാണ്. നിങ്ങൾ ആരാധിക്കുന്ന ഈ സ്ഥലം ദൈവം നിങ്ങൾക്ക് വേണ്ടി നോക്കി വെച്ചിരുന്നതാണ്. ഇതിനകത്തിരിക്കുന്ന ആർക്കെങ്കിലും ജോലിയിലെ ഭാരപ്പെടരുത്, വീടില്ലെങ്കിൽ ഭാരപ്പെടരുത്. കൈ ഉയർത്തി പറ: ദൈവം നോക്കി വെച്ചിട്ടുണ്ടെന്ന് പറ. കൈ ഉയർത്തി പറ: ദൈവം കരുതി വെച്ചിട്ടുണ്ടെന്ന് പറ. കരങ്ങളടിച്ച് അന്യഭാഷ ദൈവത്തെ സൂചിച്ചുകൊണ്ട് പറ: ഓ ഷാ റഖോനി ഹംദുന, ദൈവം കരുതി വെച്ചിട്ടുണ്ടെന്ന് പറ. ദൈവം എനിക്കായി നോക്കി വെച്ചിട്ടുണ്ടെന്ന് പറ. ദൈവം എൻ്റെ തലമുറയ്ക്ക് വേണ്ടി സംഗ്രഹിച്ചു വെച്ച്, വിശ്വാസത്തോടെ പറ: കരുതി വെച്ചിട്ടുണ്ട്, നോക്കി വെച്ചിട്ടുണ്ട്. ദൈവം നോക്കി വെച്ചിട്ടുണ്ട്.
എഗസ്കേൽ പ്രവചനം 20-ാം അധ്യായം 6 എല്ലാ വാക്യം പെട്ടെന്ന് വായിക്കണം, എന്നെ ശ്രദ്ധിച്ചിരിക്കണം. എഗസ്കേൽ പ്രവചനം 20-ാം അധ്യായം 6 വാക്യം. എസ്കേൽ ചാപ്റ്റർ 20 വേഴ്സ് 6. എഗസ്കേൽ 20:6. ഞാൻ അവരെ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെടുവിക്കുമെന്നും ഞാൻ അവർക്ക് വേണ്ടി നോക്കി വച്ചിരുന്നതും പാലും തേനും ഒഴുകുന്നതും സർവ്വദേശങ്ങളുടെയും മഹത്വമായ കനാനിലേക്ക് അവരെ കൊണ്ടുവരുമെന്ന് ആ നാളിൽ കൈ ഉയർത്തി സത്യം ചെയ്തു. ഒന്നുകൂടെ കൈ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. അപ്പോൾ ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെടും മുമ്പ് തന്നെ ദൈവം അവർക്ക് വേണ്ടി കനാനിൽ നന്മ നോക്കി വെച്ചു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, നിങ്ങളും ഞാനും രക്ഷിക്കപ്പെട്ട ശേഷമല്ല ദൈവം നമ്മെ സ്നേഹിക്കാൻ തുടങ്ങിയത്. ദൈവം നമ്മളെ കരുതാൻ നമ്മൾ ധരിക്കുന്നത് നമ്മൾ പെന്തക്കോസ്തി വന്നിട്ടാണ് അല്ല. നമ്മുടെ കർത്താവ് നമ്മളെ കരുതാൻ തുടങ്ങിയത് യുഗങ്ങൾക്ക് മുമ്പാണ്, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകും മുമ്പാണ്. നിങ്ങൾക്ക് സ്തോത്രശക്തിയോട് പറയുന്നില്ലല്ലോ. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ തൻ്റെ ഫോർ നോളജിൽ നീ എവിടെ എത്തും ദൈവത്തിന് അറിയാം. നിന്നെ അറിഞ്ഞിടാതെ പോയ പാതയിൽ നീ എന്നെ തേടി വന്ന സ്നേഹം. കയ്യൊന്നടിച്ചേ. ഓ, നിന്നെ അറിഞ്ഞിടാതെ പോയ പാതയിൽ നീ എന്നെ തേടി വന്ന സ്നേഹമോർക്കുമ്പോ എന്നാവതെങ്ങനെ മിണ്ടാതിരുന്നിടും, എന്നാവതെങ്ങനെ മിണ്ടാതിരുന്നിടും. സ്തോത്രയാഗമെന്നും. ഈ നയമാൻ ദൈവത്തെ അറിയും മുമ്പ് അവന് ദൈവം ജയം നൽകിയെന്ന. നയമാൻ ജാതീയനായിരുന്നു, ദൈവത്തെ അറിഞ്ഞുകൂടാ, പക്ഷെ അവന് ദൈവം ജയം നൽകി. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ എവിടെ എത്തുമെന്നറിഞ്ഞ കർത്താവ് നമ്മളെ പണ്ടേ സ്നേഹിച്ചു. നീ എവിടൊക്കെ തീരേണ്ടതായിരുന്നറിയാമോ? അവിടൊക്കെ നീ തീരാതെ റുഥുനിയ ഇതിനകത്തിരുന്ന് സ്തോത്രം പറയാൻ കാരണം ഒരു കണ്ണ് നിന്നെ കണ്ടിരുന്നു. ഒരു കരം നിന്നെ കണ്ടിരുന്നു. ഷറഖോനിയ അവൻ നിന്നെ നോക്കി വെച്ചിരുന്നു. കൈയടിച്ച് അന്യഭാഷ ദൈവത്തെ സൂചിച്ചുകൊണ്ട് പറ, എൻ്റെ ദൈവം എന്നെ കണ്ടിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നാം തീർന്നു പോയില്ല. അവൻ്റെ ദൃഷ്ടി നിൻ്റെ മേലുണ്ടായിരുന്നു. അവൻ്റെ കണ്ണ് നിൻ്റെ മേലുണ്ടായിരുന്നു. അവൻ നിന്നെ നോക്കി വെച്ചിരുന്നു. അവൻ ദൈവം നോക്കി വെക്കുന്നവനാണ്. ഒന്ന് പറഞ്ഞേ, ദൈവം കരുതി വെക്കുന്നവനാണ്, സംഗ്രഹിച്ചു വെക്കുന്നവനാണ്. നിങ്ങൾക്ക് വേണ്ടി വീട്, നിങ്ങൾക്ക് വേണ്ടി ജോലി, നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി തക്ക തുണകളെ അവൻ നോക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടി അവൻ നിത്യത കരുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം, ദൈവം നമുക്ക് വേണ്ടി എന്തൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഓസ്ട്രേലിയ വരും മുമ്പ് ദൈവം ഇവിടെ എല്ലാം കരുതി വെച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ തലമുറകൾക്ക് വേണ്ടി അവൻ തക്ക തുണകളെ നോക്കി വെച്ചിട്ടുണ്ട്. ഇണകളെ അല്ല, തുണകളെ. കല്യാണം കഴിക്കാത്ത പിള്ളേരെന്നെ ശ്രദ്ധിക്കുന്നത് കേൾക്കണം. ദൈവം നിങ്ങൾക്ക് വേണ്ടി തുണകളെ നോക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തന്നെ PIPA ക്യാമ്പിനും YPA ക്യാമ്പിനും കോളേജ് ക്യാമ്പസിലും ബസ് സ്റ്റാൻഡിലും ഇണയെ നോക്കി അലയണ്ട. അനങ്ങുന്നില്ലല്ലോ. പണ്ടൊരു കൊച്ചു പറഞ്ഞ്, എനിക്ക് ഇമെയിലിലൂടെ ഒരു ഫീമെയിലിനെ കിട്ടിയെന്ന്. നീ അലയണ്ട. ഇത് പിള്ളേരോട് പറയണം. നമുക്ക് ഈ മുട്ടാടനാടുകളെ തുള്ളിക്കാനാണ് ഇഷ്ടം. യങ്സ്റ്റേഴ്സിന്, ചെറുപ്പക്കാരെ, തലമുറയ്ക്ക് വേണ്ടി വളരെ ശ്രദ്ധിച്ചോണം. ഞാനെവിടെ പോയാലും, ഇപ്പം എൻ്റെ ലാസ്റ്റ് മീറ്റിംഗ് ആയത് പുറത്തിലെ, നാളെ രാവിലെ ഞാൻ പോവും. അതായത് ഒരു 10 വർഷം കഴിഞ്ഞ്, കേട്ടോണം, ഇത് പറഞ്ഞില്ലേ ഊതില്ല, ഒരു 10 വർഷം കഴിഞ്ഞ് ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ കൂടെ ദൈവത്തെ ആരാധിപ്പാനുണ്ട്. നിൻ്റെ ഓസ്ട്രേലിയ രക്ഷപ്പെട്ടു, നിൻ്റെ കാനഡ രക്ഷപ്പെട്ടു, നിൻ്റെ ന്യൂയോർക്ക് രക്ഷപ്പെട്ടു. നിൻ്റെ തലമുറ നിൻ്റെ കൂടെ ദൈവത്തെ സേവിപ്പാനില്ലെങ്കിൽ നിൻ്റെ ഓസ്ട്രേലിയ വട്ടപൂജ്യമാ. അത് ഓർത്തോണം. തലമുറ കൂടെ കാണണം, അതിന് കരഞ്ഞോണം, അതിന് പ്രാർത്ഥിച്ചോണം, അതിന് പേ ചെയ്യണം ദൈവസന്നിധിയിൽ. ഒന്നുകൂടെ കൈ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. ലോകം മുഴുവനുള്ള പെന്തക്കോസ്തുകാർ പാരപ്പെടുന്ന 2 കാര്യത്തിലാണ്. എവിടെ മലയാളി ഉണ്ടോ അവിടെല്ലാം ഞാൻ പ്രസംഗിക്കുന്നുണ്ട്, നിങ്ങൾക്കറിയാം. 2 കാര്യത്തിൽ. ഒന്ന്, തകരുന്ന കുടുംബ ബന്ധങ്ങൾ. 2, വഴിവിട്ടു പോകുന്ന മക്കൾ. അത് ഇച്ചിരി സ്പീഡ് കൂടുതലായി ഇവിടെ. 30 വർഷം ചുമ്മാതെ വന്ന് കൈയടിപ്പിച്ച് സ്തോത്രം പറഞ്ഞിട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല. അമേരിക്കൻ മലയാളികൾ 30 വർഷം കൊണ്ട്
അനുഭവിച്ചത് നന്മയുടെ കാര്യമല്ല, വേദന, പിന്മാറ്റം, തലമുറ കൈവിട്ടത് 10 വർഷം കൊണ്ട് ഇവിടെ മലയാളി അനുഭവിപ്പാൻ തുടങ്ങിക്കഴിഞ്ഞു. ആയിമുളന്നിരുന്നു. എന്താ കാര്യം? എല്ലാം വേഗത്തിൽ കിട്ടി. കഷ്ടത കൊണ്ട് അധികം ആരും പിന്മാറിപ്പോയിട്ടില്ല. പട്ടിണി കൊണ്ട് ആരും യേശുവിനെ വേണ്ടെന്ന് വെച്ചിട്ടില്ല. സകലത്തിൻ്റെയും സമൃദ്ധി ഹേതുവായി പലരും ദൈവത്തെ വേണ്ടെന്ന് വെച്ചു. ഒന്നുകൂടെ പറയാം, മക്കളെ, കുറിച്ചിട്ടോ ഹൃദയത്തിൻ്റെ കോണി. നിങ്ങൾ ചെറുപ്പക്കാരാ, നിങ്ങളുടെ ഉള്ളിൽ കുറിച്ചിട്ടോ. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചതിൻ്റെ തെളിവ് നിങ്ങളുടെ കെട്ടിടത്തിൻ്റെ വലിപ്പമല്ല, നിങ്ങളുടെ കാറിൻ്റെ വിലയല്ല, നിങ്ങളുടെ ബാങ്ക് ബാലൻസ് അല്ല. ദൈവം നിന്നെ അനുഗ്രഹിച്ചതിൻ്റെ തെളിവ് നീ സേവിക്കുന്ന ദൈവത്തെ നിൻ്റെ തലമുറ സേവിക്കുന്നതാണ്. നീ എടുത്ത വേദപുസ്തകം നിൻ്റെ തലമുറ എടുക്കുന്നതാ. കയ്യൊന്നടിച്ചേ, വായം തുറന്നേ, ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തലമുറയായി ദൈവം സങ്കേതമെന്ന് പറയണം. അതുപോലെ ദൈവം നിനക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്, ദൈവം നോക്കി വെച്ചിട്ടുണ്ട്. ദൈവം ഒന്ന് കരുതി വെക്കുമ്പോൾ, ശ്രദ്ധിക്കൂ, ദൈവം അങ്ങ് നോക്കി വെക്കുമ്പോൾ പിശാച് തീരുമാനിക്കും നിന്നെ അവിടെ എത്തിക്കത്തില്ലെന്ന്. ദൈവം ഒരു വിദ്യാഭ്യാസ ശ്രേഷ്ഠത കരുതി വെക്കുമ്പോൾ, ഒരു ജോലി കരുതി വെക്കുമ്പോൾ, നല്ലൊരു തുണയെ കരുതി വെക്കുമ്പോൾ പിശാച് തീരുമാനിക്കും എത്തിക്കില്ലെന്ന്. അതുകൊണ്ട് ഏത് തെരഞ്ഞെടുപ്പ് നടത്തുമ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റാണ് ഞാൻ പറയുന്നത്. ദൈവം എനിക്ക് വേണ്ടി കരുതി വെച്ചത്, ദൈവം എനിക്ക് വേണ്ടി നോക്കി വെച്ചത് ഇത് തന്നെയാണോ എന്ന്. ധൃതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നവൻ സാവകാശം ദുഃഖിക്കേണ്ടി വരും. കേരളത്തിൽ ഇപ്പോൾ ദൈവകൃപയാൽ വളരെയധികം വിവാഹങ്ങൾ നടത്തുന്നവനാണ് ഞാൻ കൂടെ പറയും. ധൃതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തിയ പലരും സാവകാശം ദുഃഖിക്കുകയാണ്. അതുകൊണ്ട് ഇനിയുള്ളവർ അത് സൂക്ഷിച്ചു കൊള്ളുക. എൻ്റെ വിഷയം അതല്ലല്ലോ. ദൈവം നോക്കി വെക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠകരമായിരിക്കും, പാലും തേനും ഒഴുകുന്നതായിരിക്കും. കർത്താവിനായി കഷ്ടപ്പെടുന്ന ദൈവവൈതലേ, നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചത് നഷ്ടപ്പെടാതെ നിൻ്റെ കയ്യിൽ തരാനും എൻ്റെ ദൈവശക്തനായവനാണ്. എത്രവർക്ക് വിശ്വാസമുണ്ട് ഇന്ന് രാത്രി? ദൈവത്തെ ആരാധിപ്പാൻ കഴിയുമോ? നിനക്ക് വേണ്ടി കരുതി വെച്ചത്, നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചത് ഷറോഖോനിയ നഷ്ടപ്പെടാതെ അവൻ നിൻ്റെ കയ്യിൽ തരും. ഹല്ലേലൂയ. സത്യമാണോ? നോക്ക്, 16-ാം സങ്കീർത്തനം 5-ാം വാക്യം. വേഗത്തിൽ സമയം പോകുന്നു. 16-ാം സങ്കീർത്തനം 5-ാം വാക്യം. Psalm 16:5. വായിച്ചു. എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പറഞ്ഞു. വായിച്ചു സിസ്റ്റർ. അടുത്തത്, നീ എനിക്കുള്ള ഓഹരിയെ. ഒന്ന് ഒരുമിച്ച് പറ, നീ എനിക്കുള്ള ഓഹരിയെ. കൈയൊന്ന് ഉയർത്തി പറയേ, പിശാച് കേൾക്ക പറ, നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കും. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ, എൻ്റെ ദൈവം എൻ്റെ ഓഹരിയെ പരിപാലിക്കും. വിശ്വാസത്തോട് പറ, വാ തുറന്ന് പറ, നീ എവിടെ കിടന്നാലും നിന്റെ ഓഹരിയെ ദൈവം പരിപാലിക്കും. ഹല്ലേലൂയ. എൻ്റെ ഓഹരിയെ ദൈവം പരിപാലിക്കും. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ആരുടെ ഓഹരിയാണ് ദൈവം പരിപാലിക്കുന്നത്? എൻ്റെ ഓഹരിയെ. എൻ്റെ പ്രത്യേകത എന്താ? അവിടെ എഴുതിയേക്കുന്നത് എന്താ? എൻ്റെ അവകാശം. ഇനി ശ്രദ്ധിച്ചിരിക്കണം. എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവ എന്ന് പറയുന്ന ദൈവവൈതലേ, നിൻ്റെ ഓഹരിയെ ദൈവം പരിപാലിക്കും. നിനക്കെന്തുണ്ടെങ്കിലും അതിൻ്റെ ഓഹരി ദൈവത്തിന്. എൻ്റെ അവകാശത്തിൻ്റെയും പറഞ്ഞാട്ട് എൻ്റെ പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവയാകുന്നു. എന്താണ് എൻ്റെ അർത്ഥം? അവകാശം അത് ബലത്തെ കാണിക്കുന്നതാണ്, അവകാശം അത് ശക്തിയെ കാണിക്കുന്നതാണ്, അവകാശം അത് സമൃദ്ധിയെ കാണിക്കുന്നതാണ്, അവകാശം അത് ബലത്തെ കാണിക്കുന്നതാണ്. എന്നാൽ പാനപാത്രം അത് കഷ്ടതയെ കാണിക്കുന്നതാണ്, പാനപാത്രം അത് ഞെരുക്കത്തെ കാണിക്കുന്നതാണ്, പാനപാത്രം അത് ഇല്ലായ്മയെ കാണിക്കുന്നതാണ്. ഈ പകൽ ഇവിടെ ആരാധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, നിൻ്റെ അവകാശത്തിൻ്റെ പങ്ക് നീ കർത്താവിന് കൊടുത്താൽ, നിൻ്റെ പാനപാത്രത്തിൻ്റെ പങ്ക് നീ കൊടുത്തില്ലെങ്കിലും അവൻ ഏറ്റെടുക്കുന്നവനാണ്. കുഞ്ഞെ, ബലമുള്ളപ്പോൾ അവനെ ആരാധിച്ചാൽ, സൗഖ്യമുള്ളപ്പോൾ അവനെ സ്തുതിച്ചാൽ, ശക്തിയുള്ളപ്പോൾ അവനെ ആരാധിച്ചാൽ, നിന്റെ കയ്യിലുള്ളപ്പോൾ കർത്താവിൻ്റെ വേലയ്ക്ക് ചെലവിട്ടാൽ, ബലമില്ലാതെയാകുമ്പോൾ, സൗഖ്യമില്ലാതെയാകുമ്പോൾ, ശക്തി ഇല്ലാതാകുമ്പോൾ അവൻ നിന്നെ കൈവിടുന്ന ദൈവമല്ല. എല്ലാവരും കരമടിച്ച് അല്പസമയോടെ ശക്തിയോടെ അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ, ബലം ദൈവത്തിന് കൊടുക്ക്, ബലം ദൈവത്തിന് കൊടുക്ക്, സൗഖ്യം ദൈവത്തിന് കൊടുക്ക്, ശക്തി ദൈവത്തിന് കൊടുക്ക്. ബലം ദൈവത്തിന് കൊടുക്കണം, സൗഖ്യം ദൈവത്തിന് കൊടുക്കണം, ശക്തി ദൈവത്തിന് കൊടുക്കണം. ഒന്നുകൂടെ ഞാൻ പറയാം, ബലമുള്ളപ്പോൾ ദൈവത്തെ ആരാധിക്കണം, സൗഖ്യമുള്ളപ്പോൾ ദൈവത്തെ സ്തുതിക്കണം,
ശക്തിയുള്ളപ്പോൾ അവനെ മഹത്വപ്പെടുത്തണം. കരയാൻ ത്രാണിയുള്ളപ്പം കരഞ്ഞോണം. പ്രാർത്ഥിക്കാൻ ബലമുള്ളപ്പം പ്രാർത്ഥിച്ചോണം. ഉപവസിപ്പാൻ ശക്തിയുള്ളപ്പോൾ സ്തുതിച്ചോണം. നമ്മുടെ യങ്സ്റ്റേഴ്സാണ് ഇവിടെ ഇരിക്കുന്നത്. നമ്മളിങ്ങനെ ഇരുന്നാൽ പിന്നെ എങ്ങനെയാ? നിനക്ക് എത്ര ബലമുണ്ടോ അത്ര ബലത്തോട് ദൈവത്തെ സ്തുതിക്കണം. എത്ര ശക്തിയുണ്ടോ അത്ര ശക്തിയോട് ദൈവത്തെ ആരാധിക്കണം. എത്ര കരയാൻ ത്രാണിയുണ്ടോ അത്ര ദൈവത്തിൽ കരയണം. ശമന ഹതുന റിഗന ഉഡ ലഖനോ ഹുതുനി ഹബ്തുന ഉഡമൽ ഖമന ഋതുനമ സംധന. നമ്മൾ ദൈവത്തിന് എല്ലാത്തിനും കണക്ക് കൊടുക്കേണ്ടി വരും. എല്ലാറ്റിനും കണക്ക് കൊടുക്കണം. നമ്മൾ ഈ ഭൂവിൽ ചിലവിട്ട ഏറ്റവും വലിയ തുക എന്നാത്തിനാ? കണക്ക് കൊടുക്കണം. നമ്മൾ ഈ ഭൂവിൽ ചിലവിട്ട സമയം എന്തിനാ? ഉറങ്ങാനാണോ? കണക്ക് കൊടുക്കണം. നമ്മൾ ഈ ഭൂവിൽ, ഇങ്ങോട്ട് നോക്കിയേ, ഭൂവിൽ ഉയർത്തിയ ശബ്ദം എന്തിനു വേണ്ടിയാ? എന്തിനു വേണ്ടിയാ? വഴക്ക് പറയാനാണോ? ദേഷ്യപ്പെടാനാണോ? കുറഞ്ഞ പക്ഷം നീ ദൈവത്തിൽ നിൽക്കുമ്പോൾ നിനക്ക് പറയാൻ കഴിയണം, ഞാൻ ഈ ഭൂവിൽ ഉയർത്തിയ ഏറ്റവും വലിയ ശബ്ദം എൻ്റെ കർത്താവിനെ ആരാധിക്കാനാണ്. ഇതിനകത്ത് വന്നാൽ നീ ഗ്യാസ് പോയ സോഡ പോലെ ഇരിക്കരുത്. ഇതിനകത്ത് കയറുമ്പം മുതൽ ഇറങ്ങുന്നിടം വരെ ആരാധിച്ചുകൊണ്ടിരിക്കണം. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. ദൈവത്തിൻ്റെ ശക്തിയോടെ വ്യാപരിക്കണം. ഈ ഹോളിനകത്തോടെ കടന്നു വന്നാൽ അവൻ പറയണം, ഇവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് ഞാൻ അനുഭവിക്കുന്നു. അവൻ വിളിച്ചു പോകണം, സ്ഥലത്തോട് സത്യം. എല്ലാവരും കൈകളടിച്ചാട്ട്, കുഞ്ഞുങ്ങളുൾപ്പെടെ. മക്കളെ, കയ്യും കെട്ടിയിരിക്കരുത്. പിള്ളേരെ ആരെയും വന്ന് കൈ കെട്ടിയിരിക്കാൻ നിങ്ങൾ സമ്മതിക്കരുത്. നിങ്ങൾ പറയണം, കൈയടിച്ച് ദൈവത്തെ ആരാധിക്കാൻ. ബലം ദൈവത്തിന് കൊടുക്കണം, ശക്തി ദൈവത്തിന് കൊടുക്കണം. എൻ്റെ മുഖത്തോട് നോക്കിയിരുന്നു. കരയാത്തവനെ കരയിപ്പിക്കാൻ ദൈവത്തിനറിയാം. പ്രാർത്ഥിക്കാത്തവനെ പ്രാർത്ഥിപ്പിക്കാൻ ദൈവത്തിനറിയാം. മേളോട്ട് കണ്ണുയർത്താത്തവനെ ഉയർത്താൻ ദൈവത്തിനറിയാം. പ്രൈസ് ദി ലോർഡ്. ദൈവം നിന്നെ കരയിപ്പിക്കാൻ ഇടവരരുത്, മേളോട്ട് നോക്കാൻ ഇടവരരുത്. ഈ ബലമുള്ളപ്പം പലർക്കും ദൈവത്തെ വേണ്ട, ശക്തി ഉള്ളപ്പം വേണ്ട. വിസായിക്ക് പ്രോബ്ലം ഒന്നും ഇല്ലാത്തപ്പോൾ എന്നാത്തിനാ? നിങ്ങളുടെയൊക്കെ കുഞ്ഞിലെ മുതൽ നിങ്ങളെന്നെ കാണുന്ന അമ്മിക്ക് വരും ഇല്ലേ? വിശേഷം പ്രസംഗിച്ച് എത്രയോ തവണ. നിങ്ങളൊക്കെ പലയിടത്തു നിന്ന് വന്നവരാ. ബോംബെ, നിങ്ങളുടെ അപ്പന്മാരല്ലെങ്കിൽ ബോംബെയിലും ഡൽഹിയിലും മദ്രാസിലും ബാംഗ്ലൂരിലും ദുബൈയിലും കുവൈറ്റിലും ഒക്കെ കിടന്ന് കരഞ്ഞവൻ്റെ സന്താനങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത് ഇല്ലേ? ഇല്ലേ? ഗൾഫിലൊക്കെ ഇരുന്ന് ആരാധിച്ചപ്പോൾ ഇങ്ങനെ ആയിരുന്നോ? വരുമ്പോഴേ കണ്ണുനീരല്ലേ? പാട്ട് പാടുമ്പം കരയും, സാക്ഷി പറയുമ്പം കരയും ഇല്ലേ? ഇല്ലേ? അങ്ങനല്ലായിരുന്നോ? ഇപ്പം എന്താ? സെക്കറായി, ഒരു പ്രശ്നമില്ല. ഒരു കാലത്ത് ദൈവസ്ഥലം മുട്ടുകുത്തുമ്പോൾ നിൻ്റെ കണ്ണുകൾ നിറഞ്ഞ് കവിഞ്ഞൊഴുകുമായിരുന്നു. ഇന്ന് നിൻ്റെ കണ്ണിൽ കുത്തിയാലും നിനക്ക് കണ്ണുനീരില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നീ കൃപയിൽ വളർന്നെന്നല്ല, നീ കൃപയിൽ തളർന്നു പോയി. പരിശുദ്ധാത്മാവ് പറയുന്നു, നഷ്ടപ്പെട്ട നിൻ്റെ കണ്ണുനീർ മടക്കി മേടിച്ചോണം. ബലം ദൈവത്തിന് കൊടുത്തോണം, ശക്തി ദൈവത്തിന് കൊടുത്തോണം. ആരോഗ്യമുള്ളപ്പോൾ സ്തുതിച്ചോണം, ശക്തി ഉള്ളപ്പോൾ ആരാധിച്ചോണം, സ്തോത്രം പറഞ്ഞോണം. പ്രശ്നം വന്നിട്ടല്ല ആരാധിക്കേണ്ടത്, പ്രതിസന്ധി വന്നിട്ടല്ല ആരാധിക്കേണ്ടത്. നിങ്ങൾക്കൊരു കൃപാവരവും ഇല്ലെങ്കിലും ദൈവസ്ഥലം മുട്ടുകുത്തുമ്പോൾ നിന്റെ കണ്ണുകൾ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നെങ്കിൽ സകല കൃപാവരത്തിൽ ശ്രേഷ്ഠമാണ് കരയാനുള്ള കൃപ. കൈയൊന്നുയർത്തിയാട്ടി ദൈവത്തെ സ്തുതിച്ച് കരയാൻ പഠിക്കണം. ഇന്ന് പലരും ഈ അവകാശം ദൈവത്തിന് കൊടുക്കില്ല, പാനപാത്രം കൊടുക്കും. ബലമുള്ളപ്പം വേണ്ട, വിസായിക്ക് പ്രോബ്ലം ഇല്ലാത്തപ്പോൾ എന്തിനാ? രോഗമില്ല, ദുഃഖമില്ല, കഷ്ടതയില്ല, പിന്നെ എന്തിനാ ദൈവം ഇല്ലേ? അവകാശവും നീ പാനപാത്രവുമായി അല്ല ദൈവത്തിൽ ചെല്ലേണ്ടത്. നിൻ്റെ അവകാശം ദൈവത്തിന് കൊടുക്കണം. കരയാൻ ഒരു കാര്യവുമില്ലെങ്കിലും കരയുന്ന ചിലർ ഇതിനകത്തുണ്ട്. അവർക്കായി ദൈവത്തെ സ്തുതിക്കുക. ഒരു കാര്യമില്ലെങ്കിലും ദൈവത്തിന് കരയണം. ഞാൻ നിങ്ങളെ എൻ്റെ മനസ്സിലാക്കി തരാം. 2 പിള്ളേർ സൺഡേ സ്കൂളിൽ പോകാം. ഈ സൺഡേ സ്കൂളിന് പോകുമ്പോൾ അമ്മ 2 വെള്ളി രൂപ എടുത്ത് കൈ കൊടുത്തു. 1 രൂപ സ്തോത്ര കാഴ്ച ഇടാൻ, 1 രൂപ മിഠായി വാങ്ങാൻ കാശ് കൊടുക്കാതെ സൺഡേ സ്കൂളിന് പോകുന്ന പിള്ളേരും ഉണ്ട്. അപ്പോൾ 2 രൂപ അത്ര കൊടുത്തേ. 2 ഇവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം മുതൽ 2 രൂപയായി മേളോട്ടെറിയും പിടിക്കും, മേളോട്ടെറിയും പിടിക്കും. പോയ പോക്കി 2 രൂപയും പോയി. തപ്പി വന്നപ്പം 1 രൂപ കിട്ടി. അവൻ മിടുക്കനായിരുന്നു. അവൻ പറഞ്ഞു, കർത്താവേ, എൻ്റെ കാശ് എൻ്റെ കിട്ടി, നിൻ്റെ കാശ് നീ നോക്കിയെടുത്തോളാം. അവൻ പോയതാരുടെ കാശാ? ഒന്ന് പറ. ദൈവത്തിൻ്റെ. കീശയെ കിടക്കുന്നതോ?
നമ്മുടേതെന്ന് പറ. ഈ പോകുന്നതെല്ലാം ദൈവത്തിൻ്റെ, അങ്ങനല്ലേ? എല്ലാം കഴിഞ്ഞ് ബാക്കി എല്ലാം കഴിഞ്ഞ് സമയം ഉണ്ടെങ്കിൽ ആരാധനയ്ക്ക് വരും, എല്ലാം കഴിഞ്ഞ് സമയം ഉണ്ട് ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരും, എല്ലാം കഴിഞ്ഞ് ബാക്കിയുണ്ടേ 2 രൂപ സ്തോത്ര കാഴ്ച ഇടും. നിൻ്റെ പ്രയോറിറ്റി എന്തിനാ? കർത്താവ് ചോദിക്കുക, നിൻ്റെ മുൻഗണന എന്തിനാ? എൻ്റെ കാര്യം കഴിഞ്ഞ് ദൈവകാര്യമെന്നാണോ, അതോ എൻ്റെ കർത്താവിൻ്റെ കാര്യം കഴിഞ്ഞ് മതി എൻ്റെ കാര്യമെന്നാണോ? കയ്യൊന്ന് ഉയർത്തി ശക്തിയോടെ സ്തോത്രം പറഞ്ഞു. മുൻഗണന ദൈവത്തിനായിരിക്കണം. ശരി, സ്തോത്രകാഴ്ചയുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർമ്മ വന്നുകൊണ്ട് അതുകൂടെ അങ്ങ് പറഞ്ഞേക്കാം. പണ്ട് നമ്മൾ സൺഡേ സ്കൂളിൽ പോയൊരിപ്പുണ്ടായിരിക്കും ഇവിടെ. പണ്ട് അന്നെന്തുമായിരുന്നു സ്തോത്രകാഴ്ച കൊണ്ടുപോകുന്നേ? അത് കണ്ടും കറക്റ്റ്, പിടിയരി, ഞുള്ളരി. പിള്ളേർക്ക് പിടിയരി എന്തെന്ന് അറിയില്ല, അതുകൊണ്ട് വല്ലപ്പോഴും ഈ പിടിയരി ഞുള്ളരി എന്താണെന്ന് പിള്ളേരോട് ഈ കെൻറ്റക്കിയൊക്കെ അടിച്ച് കിടക്കുമ്പോൾ പറയണം. അമ്മ അരി അടപ്പ്, ഈ പഴയ കാലങ്ങളൊക്കെ ഞങ്ങൾ വരുമ്പോഴെങ്കിലും ഓർക്കണ്ടല്ലേ, അമ്മമാർ അരി അടപ്പിടും മുമ്പ് അതിൽ ഒരു പിടി അരി മാറ്റിയിടും ഓരോ തവണ അരി ഇടുമ്പോഴും. അന്നൊക്കെ 4 10 5 8 പിള്ളേരുണ്ട്, പക്ഷേ അതിൽ നിന്ന് മാറ്റിയിടും പ്രീത്തോമിലേക്കുള്ള. ആ മാറ്റിയിട്ടുന്ന അരിയിൽ നിന്ന് ഒരു പിടി സൺഡേ സ്കൂളിന് പോകുമ്പം പൊതിഞ്ഞ് പേപ്പർ തന്നു വിടും. അത് പ്രാർത്ഥിച്ച് ലേലം ചെയ്തൊക്കെ പാസ്റ്റർക്ക് കൊടുക്കും. അപ്പോൾ ഈ പാസ്റ്ററുടെ വീട്ടിലെ അരി, അന്നത്തെ ചോറ് ബിരിയാണി പോലിരിക്കും, കളർഫുള്ള, പല വീട്ടിൽ നിന്ന് വരുന്നതാണ്. അന്നത്തെ പുഴുക്കലരി എന്നാണ് പറയുന്നത്. എന്താ അരിയാ? റേഷൻ അരിയൊക്കെ പുഴുക്കലരി. ഞാനതിന് കൊടുക്കുന്ന ഡെഫിനിഷൻ പുഴു പ്ലസ് കല്ല് പ്ലസ് അരി, പുഴുക്കലരി. പക്ഷേ അന്ന് പിടിയരി കൊടുത്തവൻ്റെയും അന്ന് പിടിയരി തിന്നവൻ്റെയും സന്താനങ്ങൾ ദൈവം കൈവിട്ടില്ല. നിനക്ക് സ്തോത്രം പറയാൻ കഴിയുമോ? എൻ്റെ അപ്പനൊരു ഉപദേശിയല്ലായിരുന്നു. എൻ്റെ അപ്പൻ ഉപദേശിമാർക്ക് അരി കൊടുക്കുന്നവനായിരുന്നു. 2 കിലോ അരി വാങ്ങിച്ച അന്നത്തെ പട്ടിണിയുടെ കഷ്ടതയുടെ കാലത്ത്, പെന്തക്കോസുകാരനെ വീട്ടിൽ കയറ്റാത്ത കാലത്ത്, തല്ലി ഇറക്കിയ കാലത്ത്, വിരുന്ന് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട കാലത്ത്, തലമുടി വെട്ടാത്തൊരു കാലത്ത് ഈ പുസ്തകം എടുത്ത് ഇറങ്ങിയവനായിരുന്നു എൻ്റെ അപ്പൻ. എൻ്റെ അപ്പനെ അമ്മയാണ് സ്നാനപ്പെട്ടതിൻ്റെ പേരിൽ കായംകുളത്തുനിന്ന് ആദ്യമായി പള്ളിക്കാർ മുടക്കിയത്. ആ കാലത്ത് എൻ്റെ അപ്പൻ പാസ്റ്റർമാർക്ക് കപ്പ വാങ്ങിക്കൊണ്ട് കൊടുക്കുമായിരുന്നു, അരി. അതുകൊണ്ട് ദൈവം ഞങ്ങളെ കൈവിട്ടില്ല. നിങ്ങൾക്കൊക്കെ അറിയാം, എൻ്റെ സാക്ഷിയൊക്കെ പാസ്റ്റർ പറഞ്ഞു, നിങ്ങൾ കേൾക്കാത്തവരില്ല. എൻ്റെ 7ാമത്തെ വയസ്സിൽ എൻ്റെ അപ്പൻ നിത്യത്തിലേക്ക് പറന്നു പോയതാണ്. എൻ്റെ പിതാവ് നിത്യത്തിലേക്ക് പറക്കുമ്പോൾ എൻ്റെ മൂത്ത ജ്യേഷ്ഠന് 17 വയസ്സ്, എൻ്റെ ഇളയ അനിയന് 1 വയസ്സ്. 17 വയസ്സിന് താഴെ ഞങ്ങൾ 7 മക്കൾ. പക്ഷെ ദൈവം ഞങ്ങളെ കൈവിട്ടില്ല. അതിന് കാരണം ഉപദേശിമാർക്ക് ചോറ് അരി കൊണ്ട് കൊടുത്ത ഭക്തന് ദൃഢധൈര്യമുണ്ട്, അവൻ്റെ മക്കൾക്കും ശരണമുണ്ടാവും. തമ്പുരാൻ എന്നെ ഓടിച്ചിട്ട് തീറ്റുക. 40 വർഷം, 4 പതിറ്റാണ്ടായി പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട്. ലോകത്തിൽ ഈ ആകാശത്തിന് കീഴിൽ എന്തൊക്കെ വിലയേറിയ ആഹാര പദാർത്ഥങ്ങളുണ്ടോ ദൈവം എൻ്റെ മുമ്പിൽ കൂമ്പാരമായി കൂട്ടി. ഓരോ വീട്ടിൽ നിന്നും വേണ്ടായെന്നും പറഞ്ഞ് ഇറങ്ങി ഓടുക. ഭക്തന് ദൃഢധൈര്യമുണ്ട്, അവൻ്റെ മക്കൾക്കും ശരണമുണ്ടാവും. ലോകത്തിലെ ഏറ്റവും വലിയ ധനവാനായ, എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, ലോകത്തിലെ ഏറ്റവും വലിയ ധനവാനായ അബ്രഹാം മിസ്രൈമദാസിയായ ഹാഗാറിന് തന്നെ സേവിച്ചതിന്, ഒരായുസ് മുഴുവൻ അവനെ സേവിച്ചതിന് കൊടുത്തത് എന്താ? ഒരു തുരുത്തി വെള്ളവും അല്പമപ്പവും. കുഞ്ഞെ, ലോകത്തിലെ ഏറ്റവും വലിയ ധനവാനും നിനക്ക് തരുന്നതിന് പരിമിതിയുണ്ട്. നിൻ്റെ തലമുറയ്ക്ക് തരുന്നതിന് പരിമിതിയുണ്ട്. മനുഷ്യൻ തരുന്നതിന് പരിമിതിയുണ്ട്. ദൈവം തരുന്നതിന് പരിമിതിയില്ല. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. അപ്പം തീർന്നു, വെള്ളം തീർന്നു. കുഞ്ഞിന് ഒരു അൻപിൻപാട് ദൂരത്തിട്ടിട്ട്
ആഗാർ മരുഭൂമിയിൽ കിടന്ന് കരയുവാൻ തുടങ്ങി. ആഗാർ കരയുന്ന എൻ്റെ കുഞ്ഞിൻ്റെ മരണം എനിക്ക് കാണാൻ വയ്യ. കുഞ്ഞവിടെ കിടന്ന് കരയുന്നു, ജീവൻ പോകാനുള്ള കരച്ചിൽ. ഈ രണ്ട് കണ്ണുനീരും സ്വർഗം കണ്ടു. ദൈവം മരുഭൂമിയിൽ അവർക്ക് വേണ്ടി ഉറവ തുറന്നു. ഇതിനകത്ത് കരയുന്ന എത്ര പേരിരിപ്പുണ്ട്? കരയുന്ന നിനക്കും നിൻ്റെ തലമുറയ്ക്കും വേണ്ടി മരുഭൂമിയിലും ഉറവ തുറക്കുവാൻ ശക്തിയുള്ളവൻ ഇന്ന് രാവിലെ ഇവിടേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. കൈയടിച്ച് വാ തുറന്ന ശക്തിയോടെ സ്തോത്രം ചെയ്ത അബ റഗ മന ഹുദുന രുഡു ശംഭുനിയ, വിണ്ട് കീറി ഉണങ്ങിക്കിടക്കുന്ന മരുഭൂമിയിലും ദൈവം നിനക്ക് വേണ്ടി ഉറവ തുറക്കും. ഹല്ലേലൂയ. ഗൾഫ് നാടുകളുടെ സമൃദ്ധി കണ്ടിട്ടുള്ളവരാണ് ഇവിടെ ഇരിക്കുന്ന ഏറിയ പങ്കുമെന്ന് എനിക്കറിയാം. ആ രാജ്യത്ത് എത്രയോ തവണ ഞാൻ പ്രസംഗിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ഒരു മാസം മുമ്പ് 5 ദിവസം ഞാൻ ദോഹയിലുണ്ടായിരുന്നു. ഞാൻ ആ രാജ്യത്ത് നിൽക്കുമ്പോൾ എന്നെ ശ്രദ്ധിക്കണം. ഗൾഫ് നാടുകളിൽ നിൽക്കുമ്പോൾ ആ നാടിൻ്റെ സമൃദ്ധി കണ്ട് ദൈവത്തോട് ചോദിക്കും. പ്രത്യേകിച്ച് ഭക്ഷണ സമൃദ്ധി, വെള്ളത്തിൻ്റെ സമൃദ്ധി. ദൈവമേ, ഈ നാട് ഇത്രയും ഭക്ഷണ സമൃദ്ധി വരാൻ കാര്യമെന്താ? അമേരിക്കയിൽ പോലും അത്രയും ഭക്ഷണ സമൃദ്ധി ഉണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഗൾഫുകാർ ഒരു ദിവസം കളയുന്ന ഭക്ഷണം, അല്ലേ മോനെ, അല്ലേ പാസ്റ്ററെ, ഒരു ദിവസം കളയുന്ന ഭക്ഷണമുണ്ട്, ഒരു മാസം ഇന്ത്യയുടെ പട്ടിണി മാറും. ഇത്രയും സമൃദ്ധി എങ്ങനെ വന്നു? തമ്പുരാൻ പറഞ്ഞു, മോനെ, ഇന്നിവിടെ താമസിക്കുന്ന ആളുകളുടെ ക്വാളിഫിക്കേഷൻ അല്ല, വർഷങ്ങൾക്ക് മുമ്പ് ഈ മരുഭൂമിയിൽ കിടന്നുകൊണ്ട് ഒരു നേരത്തെ ആഹാരം കുഞ്ഞിന് കൊടുക്കാനില്ലാതെ, തൊണ്ട നനയ്ക്കാൻ ഒരു തുള്ളി വെള്ളം കൊടുക്കാനില്ലാതെ, എൻ്റെ കുഞ്ഞിൻ്റെ മരണം എനിക്ക് കാണാൻ വയ്യ എന്ന് പെടുന്ന കരഞ്ഞ ഒരു തള്ളയുടെ കണ്ണുനീര് കണ്ടുകൊണ്ട് സ്വർഗത്തിലെ ദൈവം അന്നു തുറന്ന നന്മയുടെ ഉറവ ഇതുവരെ അടഞ്ഞു പോയിട്ടില്ല. ഇന്ന് രാവിലെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നോട് പറയാം, എല്ലാം ഉടയും, എല്ലാം തകരും, എന്നാൽ നിൻ്റെ കണ്ണുനീര് കണ്ട് ദൈവം തുറക്കുന്ന ഉറവ നിൻ്റെ തലമുറയുടെ കാലത്ത് പോലും അടഞ്ഞു പോകുകയില്ല. കരം പിടിച്ച് വാ തുറന്ന് ശക്തിയോടെ അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ, കണ്ണുനീര് കണ്ട് ദൈവം തുറക്കുന്ന ഉറവ കരഹുഡാഭാഷയ. എല്ലാവരും ശക്തിയോടെ കൈകളടിച്ച് അന്യഭാഷ ദൈവത്തെ സ്തുതിക്കുക. നിന്റെ കരച്ചിൽ കണ്ട് ദൈവം തുറക്കുന്നുറവ തലമുറയുടെ കാലത്ത് പോലും അടയില്ല. ഞാൻ എന്തിനാ ഇത് പറഞ്ഞെന്നറിയാമോ? ഈ പകൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് ഞാൻ ദൂതുണ്ട്. മോനെ, നീ ഇന്ന് അനുഭവിക്കുന്ന നന്മ നിന്റെ ക്വാളിഫിക്കേഷൻ കൊണ്ടല്ല. മോളെ, നീ ഇന്നായിരിക്കുന്ന നന്മ നിന്റെ ക്വാളിഫിക്കേഷൻ അല്ല. നീ ഇരിക്കുന്ന കസേര ഇരിക്കാൻ വേറെ ആളില്ലാഞ്ഞിട്ട് നീ ഇരിക്കാതെ ചിന്തിക്കരുത്. ഈ നന്മയുടെ പുറകിൽ ഒരു കാര്യമുണ്ട്. ഒന്നുകിൽ നീ ഒരു കുഞ്ഞായിരിക്കുമ്പോൾ, അല്ലേ നിൻ്റെ പപ്പ മമ്മി ഒരു കുഞ്ഞായിരിക്കുമ്പോൾ, നിന്നെയും നിൻ്റെ സഹോദരങ്ങളെയും നിരത്തി ഉറക്കി കിടത്തിയിട്ട് നീ ഉറങ്ങിയപ്പോഴും ഉറങ്ങാതെ നിൻ്റെ അപ്പൻ നിൻ്റെ അരികിലിരുന്ന് കരഞ്ഞു. നിൻ്റെ അമ്മ നിൻ്റെ അരികിലിരുന്ന് കരഞ്ഞു. കർത്താവേ, എൻ്റെ കുഞ്ഞിനെ അങ്ങനെ സ്കൂളിൽ വിടും, എവിടുന്ന് മാറി കൊടുക്കും, എവിടുന്ന് ഞാൻ ഫീസ് എടുത്ത് കൊടുക്കുമെന്ന് പറഞ്ഞ് കരഞ്ഞ് കണ്ണുനീർ കണ്ട് നിൻ്റെ ദേഹം നനച്ച നിൻ്റെ അപ്പൻ്റെ കണ്ണുനീർ, നിൻ്റെ അമ്മയുടെ കണ്ണുനീർ തുരുത്തിയിലാക്കി വെച്ച ദൈവം നിൻ്റെ അപ്പനോട് ചെയ്ത, നിൻ്റെ അമ്മയോട് ചെയ്ത ദൈവ വാഗ്ദത്തത്തിൻ്റെ നിവർത്തിയാണ് ഈ രാവിലെ നീ അനുഭവിക്കുന്ന നന്മയെന്ന് മറക്കരുത്. ഒരുപക്ഷെ അത് കാണാൻ അപ്പനും അമ്മയും ഈ പൂവിലില്ലെങ്കിൽ പോലും കണ്ണുനീരിൻ്റെ മറുപടിയാണ് നീ അനുഭവിക്കുന്ന നന്മ. ആത്മാവനോട് പറയുന്നത് പറയാൻ കൈ ഉയർത്തിയ ശക്തിയോട് ദൈവത്തെ സ്തുതിച്ചേ. ഒരു കാര്യം ഞാൻ പറയട്ടെ, നീ എന്നിത് മറക്കുമോ? കുറിച്ചിട്ടു, നീ എന്നത് മറക്കുമോ, അന്ന് ദൈവം നിന്റെ ശത്രുവായി മാറും.
അനേക കുഞ്ഞുങ്ങൾ കരഞ്ഞുകൊണ്ട് സാക്ഷ്യം പറഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും എൻ്റെ ക്വാളിഫിക്കേഷൻ അല്ല, എൻ്റെ പപ്പയുടെ കണ്ണുനീരാ, എൻ്റെ മമ്മിയുടെ കണ്ണുനീരാ. ഇതിനകത്ത് കരയുന്ന എത്ര പേരുണ്ട്? ദൈവത്തിൽ കരയുന്ന എത്ര പേരുണ്ട്? ദൈവത്തിൻ്റെ അഭിഷക്തനായി ഞാൻ നിനക്ക് വാക്ക് തരാം. നിൻ്റെ കണ്ണടയും മുമ്പ്, നീ ലോകത്തോട് യാത്ര പറയും മുമ്പ്, നിൻ്റെ തലമുറ നീ ആരാധിക്കുന്ന ഹോളിൽ വന്ന് പറയും, എൻ്റെ പപ്പയുടെ കണ്ണുനീരെന്നെ വലിയവനാക്കി. എൻ്റെ മമ്മിയുടെ കണ്ണുനീരെന്നെ വലിയവനാക്കി. കൈകളടിച്ച് വാ തുറന്ന് ശക്തിയോടെ അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ, എൻ്റെ കണ്ണുകൊണ്ട് ഞാനിത് കാണുമെന്ന് പറ. ഓ ഹൗഡാബ റഖോന ഹംതുനിയ, കരയുന്ന നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ. ശക്തിയോടെ അല്പസമയം എല്ലാവരും കൈകാട്ടി അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചാട്ട്. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും കൈ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. A son of many tears cannot be lost. A son of many tears cannot be lost. വളരെ കണ്ണുനീരിൻ്റെ സന്താനം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല. നീ നിൻ്റെ തലമുറയ്ക്ക് വേണ്ടി കരയുന്നെങ്കിൽ ദൈവത്തിൻ്റെ അഭിഷക്തനായി ഞാൻ നിനക്ക് വാക്ക് തരാം. നിൻ്റെ സന്താനം എവിടെ പോയാലും അനുഗ്രഹിക്കപ്പെടും. നിൻ്റെ തലമുറ എവിടെ പോയാലും ദൈവം അവരെ മടക്കി വരുത്തും. ഞാൻ ചെറുപ്പക്കാരോട് പ്രസംഗം പറയും, കുഞ്ഞേ, നിൻ്റെ അപ്പൻ കരയുന്നവനാണോ, നിൻ്റെ അമ്മ കരയുന്നവളാണോ, ദൈവസന്നിധി വിട്ട് നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. നീ എവിടെ പോയാലും ദൈവം നിന്നെ മടക്കി വരുത്തും. എല്ലാവരും ഒന്ന് കൈയടിച്ചേ, വാ തുറന്നേ. ഇന്ന് രാവിലെ നീ അവകാശം ദൈവത്തിന് കൂടെ വാ തുറന്ന് ദൈവത്തെ, നീ വന്ന എന്തിനാ ഇവിടെ? ബലം ദൈവത്തിന് കൊടുക്ക്, ശക്തി ദൈവത്തിന് കൊടുക്ക്, ആത്മഭാഷയിൽ ദൈവത്തെ ആരാധിക്ക്. ഹോഷ റഖമന ഉഡബൽ ഖനമ സതുനി യംദ ഉഡ റഖോനി അംതുനമ ശയാന. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ എല്ലാവർക്കും നിങ്ങളെ ആവശ്യം. നമ്മുടെ സമയത്ത് നിർത്തണമല്ലോ. ദൈവദാസന്മാരുടെ മക്കൾ ഇവിടെ ഇരിക്കുന്നവരൊന്ന് കൈപൊക്കിക്കേ. ദൈവദാസന്മാരുടെ മക്കൾ. ഓ അയ്യോ, ഇത്രയും പാസ്റ്റർമാരുടെ മക്കളും ഇതിനകത്ത്. അയ്യോ, എന്തുമാത്രം കരയണം മക്കളെ. ഞാൻ പറഞ്ഞില്ല, എൻ്റെ അപ്പം പാസ്റ്ററൊന്നും അല്ലെങ്കിലും എനിക്ക് ഈ ദൈവദാസന്മാരുടെ പിള്ളേരെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് പാസ്റ്ററെ. മറക്കരുത് എന്തിനാ ഇവിടെ കൊണ്ടുവന്നതെന്ന്. ഇവിടുത്തെ പോലെ ആകാനല്ല നിന്നെ കൊണ്ട്. ഇപ്പം ബിബിനും ടിജു ഒന്നും ദൈവദാസന്മാരും അവരുടെ അപ്പനെ അമ്മയും എനിക്കറിയാം. അവരെങ്ങനെ നിന്നെന്നറിയാം. കർത്താവിന് വേണ്ടി കരയുന്നവരവരും. ഇറങ്ങിയത് കർത്താവിന് വേണ്ടി ജീവിക്കാൻ ഇറങ്ങിയവരവരൊക്കെ. നിങ്ങളുടെ എല്ലാം അങ്ങനെ മക്കളെ, മാതാപിതാക്കൾ ഇവിടെ വന്ന് ഈ തണുത്തുറഞ്ഞിരിക്കരുത്. ഞാൻ ഈ 4-5 ആഴ്ച ഉണ്ടായിരുന്നു ഇവിടെ. ഈ ദൈവം കൊണ്ടുവന്ന എല്ലായിടവും സ്നാനം. ഇപ്പം 4 അതെന്തോ നല്ല യങ്സ്റ്റേഴ്സ് 2 സ്ഥലത്ത് ഞാൻ തന്നെ സ്നാനം നടത്തി. പോയിടത്തെല്ലാം സ്നാനപ്പെടാൻ സമർപ്പിച്ചു. ആളുകൾ പറഞ്ഞു, പാസ്റ്റർ ഇത് ദൈവത്താൽ സംഭവിച്ചതാണ്, ഞങ്ങൾക്ക് മനംതിരിവുണ്ടാകുന്നു, വിചിന്തനം ചെയ്യാൻ. ഈ മണ്ണാങ്കട്ട ഏതാണ്ട് കിട്ടുമെന്നും പറഞ്ഞു വന്നതാ. ഇതൊന്നും ഒരു കുന്തവുമില്ല. സെക്കൻഡുകൾക്കുള്ളിൽ ഇവിടെ നമ്മൾ പോകേണ്ടി വരും. എനി ടൈം, എപ്പോഴെന്നറിയില്ല. 58,000 സ്ക്വയർ ഫീറ്റ് വീട്ടിൽ പാർത്തവനെയും കോവിഡ് കൊണ്ടുപോയി. അമേരിക്കൻ മില്യനേഴ്സ്, ട്രില്യനേഴ്സ്, അവരെ വെട്ടിമൂടാൻ ആളില്ലായിരുന്നു. ഇത്രയുള്ള ജീവിതം എന്ന് ഓർത്തോണം. ഒന്ന് കണ്ടുകൊണ്ട് അഹങ്കരിക്കരുത്. ഇങ്ങനെ ആരും ഇവിടെ വരുന്നതെന്ന് പ്രസംഗില്ലെന്ന് എനിക്കറിയാം. നീ കളിച്ചു പോകരുത്. താഴ്മയോട് ജീവിച്ചോണം. വല്ല നിവൃത്തിയോണ്ടെ ഓടി ആരാധനയ്ക്ക് വന്നോണം. ദൈവത്തെ ശക്തിയോട് വന്നാൽ ആരാധിച്ചോണം. ഒന്നുകൂടെ നമ്മുടെ കൈയൊക്കെ ഒന്ന് അടിച്ച് മക്കളെല്ലാം വായം തുറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുകയെ. ഹല്ലേലൂയ. ബലം ദൈവത്തിന് കൊടുക്കണം, ശക്തി ദൈവത്തിന് കൊടുക്കണം, അവകാശം ദൈവത്തിന് കൊടുക്കണം. ഞാനൊന്നുകൂടെ പറയാം മക്കളെ, കുഞ്ഞെ, സഹോദര, സഹോദരി, നീ ജോലി ചെയ്യുന്ന കമ്പനിക്ക് നിന്നെ ആവശ്യം നിനക്ക് ബലമുള്ളപ്പോഴാ. ഹോസ്പിറ്റലിൽ നിന്നെ ആവശ്യം നിനക്ക് ബലമുള്ളപ്പോഴാ, നിനക്ക് ശക്തിയുള്ളപ്പോഴാ. നിനക്ക് ബലമില്ല പിന്നെ ആർക്ക് വേണം? നിനക്ക് ശക്തിയില്ല ആർക്ക് വേണം? ആർക്കും വേണ്ട. ഒരു പ്ലാസ്റ്റർ എത്ര നാൾ വേണം? എത്ര നാൾ വേണം? അത് തന്നെ.
നാട്ടിലാണെങ്കിൽ 3 വർഷം 4 വർഷം എന്ന് പറയും. ഇവിടെ ഇപ്പോൾ ശബ്ദം അടഞ്ഞാൽ പിന്നെ ആർക്ക് വേണം? ഒരു മാസം 30 ദിവസം കൊണ്ട് 30 ദിവസവും ഇതുപോലെ പ്രസംഗിക്കുന്നവനാണ് ഞാൻ. 30 ദിവസവും 2025 24 ഡേറ്റ് കൊടുത്തിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. പാസ്റ്റർ ബി മോഹനച്ചന് എത്ര കാലം നാട്ടിലേക്ക് വേണം? ശബ്ദം അടയ്ക്കുന്നിടം വരെ. ശബ്ദം അടച്ചാൽ പിന്നെ ആർക്ക് വേണം? പക്ഷേ എനിക്കറിയാം ഞാൻ ആർക്ക് വേണ്ടിയാണ് ശബ്ദിക്കുന്നതെന്ന്. എൻ്റെ ശബ്ദമില്ലാതെയായാലും എന്നെ ആവശ്യമുള്ള ഒരുവനുമുണ്ട്. കൈ ഉയർത്തിയാട്ടി ദൈവത്തെ സ്തുതിച്ചേ. നിൻ്റെ അവകാശത്തിൻ്റെ പങ്ക് പറ്റിയവൻ കടന്നു കളയുന്നവനല്ല. 2021 നിങ്ങൾക്കൊക്കെ അറിയാം, ജനുവരി മാസം 24-ാം തീയതി എൻ്റെ ഹൃദയസ്പന്ദനം നിലച്ചു എന്ന് ലോകം ചിന്തിച്ച വൈദ്യശാസ്ത്രം ചിന്തിച്ചു. എനിക്ക് കാർഡിയാക് അറസ്റ്റ് വന്നു. 1.5 മണിക്കൂർ എൻ്റെ ചർച്ചിൽ ഞാൻ സ്ഥാപിച്ച സഭ 3-ാമത്തെ സഭയിലാണ് ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത്. കായംകുളം ഫെയ്ത്ത് സെൻറ്റർ. പാസ്റ്റർ ഓർപ്പിച്ചതില്ലെന്ന് തോന്നുന്നു, മറന്നുപോയി. അവിടെ 80% അവിടെ ഞാൻ ധ്യാനപ്പെടുത്തിയത്. അതുപോലെ ഇവർ കൂടിയതോ ഇടയാറന്മുള ചർച്ച്, അതും അങ്ങനെ തന്നെ. സീറോയിൽ തുടങ്ങിയതാണ് ഇടയാറന്മുള ചർച്ച്. മറ്റൊരു ചർച്ച് തുടങ്ങി. ഈ 365 ദിവസം ഉണ്ടെങ്കിൽ 265 ദിവസവും വീടിന് പുറത്തുള്ള ആളാണ് ഞാൻ. അതിനിടെ സ്ഥാപിച്ച സഭയാണ്. അപ്പം ഞാൻ ദൈവവചനം പ്രസംഗിച്ച് ഞാൻ തന്നെ കാർ ഡ്രൈവ് ചെയ്ത് വീട്ടിലോട്ട് വന്നു. ചെറിയ തൊണ്ടവേദന തോന്നി. ഞാൻ വിചാരിച്ച് കോവിഡ് പിടിക്കുക. 14 ദിവസം കൂടെ കഴിഞ്ഞാൽ എൻ്റെ മോളുടെ കല്യാണമാണ്. കോവിഡ് ദൈവമേ വരുത്തല്ലേ എന്ന് പൊക്കിയെടുത്തോണ്ടും പോവും. പക്ഷേ അത് കാർഡിയാക് അറസ്റ്റായിരുന്നു, അറിഞ്ഞില്ല. അപ്പം എന്നെ കൊണ്ടുപോകുമ്പോൾ ഒരു ഹോസ്പിറ്റലിൽ, അടുത്ത ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകുമ്പോഴേ അവർ പറഞ്ഞിപ്പോൾ ആൻജിയോ ചെയ്യാൻ കഴിയാത്ത സമയമായിപ്പോയി. നിങ്ങളൊക്കെ വൈദ്യശാസ്ത്രം വിദഗ്ധരായിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇനിയും ചെയ്യാൻ ഒക്കുന്നത് 48,000 ഇഞ്ചക്ഷനുണ്ട്. ഇത് കയറ്റുമ്പം വലിയ സംഭവങ്ങൾ നടക്കാം. ചിലപ്പം അടുത്ത അറ്റാക്ക് ഉണ്ടാകാം, അല്ലെങ്കിൽ അടുത്ത ബ്ലീഡിങ് വരാം. നിങ്ങൾക്കറിയാമല്ലോ. അന്നേരമാണ് എൻ്റെ ഭാര്യയും പിള്ളേരും അറിയുന്നത്. അവർ ഡോക്ടേഴ്സ് പറഞ്ഞ് എന്തിനും ഒരുങ്ങിക്കോളാൻ. ഒരു തമ്പുരാൻ തൻ്റെ ഡയറിയിൽ എഴുതി വെച്ചിരുന്നു, ഈ മാർച്ച് മാസം 2024 മാർച്ച് മാസം 30-ാം തീയതി ഈ പോഡിയത്തിൽ ഞാൻ നിൽക്കണമെന്ന്. കഴിഞ്ഞ ദിവസം ഇവിടെ ഞാൻ കൺവെൻഷന് പറഞ്ഞ പോലെ നിന്നെക്കുറിച്ചുള്ള സാത്താൻ്റെ പദ്ധതികൾ പരാജയപ്പെടും, ദൈവത്തിൻ്റെ പദ്ധതി വിജയിക്കും. കൈയടിച്ച് അന്യഭാഷ ദൈവത്തെ സൂചിച്ചുകൊണ്ട് പറ, ദുഷ്ട പിശാചേ, നിൻ്റെ പദ്ധതിയൊക്കെ പരാജയപ്പെടും, എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതി വിജയിക്കും. ഹല്ലേലൂയ. അപ്പം ഞാൻ പറയാൻ വന്നതല്ല, ഈ കാർഡിയാക് അറസ്റ്റ് ഉണ്ടായി പോകുമ്പോഴും എനിക്കറിയത്തില്ല അറ്റാക്കാന്നും ജീവൻ പാമ്പോ ഒന്നും എനിക്കറിയത്തില്ല. ഞാൻ ക്രൂളായിട്ടാണ് പോയത്. പക്ഷെ വേദന അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായി. അപ്പം അവർ ഡോക്ടേഴ്സിൻ്റെ ചുറ്റും നിൽക്കുകയാണ്. പക്ഷേ എനിക്കൊരല്പം ശ്വാസമൊക്കെ നേരിട്ട് ഇഞ്ചക്ഷനൊക്കെ എടുത്ത് കഴിഞ്ഞാൽ എൻ്റെ അസിസ്റ്റൻറ്റ് പാസ്റ്ററിനോട് ഞാൻ കയറി ഇതൊരു ICUലോട്ട് കൊണ്ടുപോകും. ഞാൻ പറഞ്ഞു, ഇന്ന് രാത്രി എനിക്കൊരു മീറ്റിംഗ് ഉണ്ടെന്ന്. അതെപ്പോഴും പറയും, ഇന്ന് രാത്രി. സ്തോത്രം. അപ്പോൾ അദ്ദേഹം ബന്ധപ്പെട്ട് അപ്പോൾ ഇപ്പോഴും പറയാം, അദ്ദേഹം എഴുതിയിട്ടുണ്ട് എൻ്റെ പുസ്തകത്തിൽ. ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എൻ്റെ പുസ്തകം, ആത്മകഥ. ഉടനെ അദ്ദേഹം അവരെ വിളിച്ചപ്പോഴേ എങ്ങനെയാണെന്നറിയില്ല, ലോകം മുഴുവൻ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. ഇപ്പോഴത്തേനും അറിഞ്ഞു എല്ലാവരും. നിങ്ങളൊക്കെ പ്രാർത്ഥിച്ചവരുണ്ട്, നിങ്ങൾക്ക് താങ്ക്സ്. അപ്പോൾ ഇതേ അവരെ വിളിച്ചപ്പോൾ എന്താണെന്നറിയാമോ, അവർ ഓൾറെഡി ആളിനെ ആക്കിക്കഴിഞ്ഞു പാസ്റ്ററെ. ഇത്രയേ ഉള്ളൂ. ഹാർട്ട് അറ്റാക്കിൻ്റെ വേളയിൽ എൻ്റെ ചിന്ത ഇന്ന് മീറ്റിങ്, നാളെ മീറ്റിങ്, അടുത്ത ദിവസം മീറ്റിങ്, ആരെ വിടണമെന്നാണ്. ഇത്രയേ ഉള്ളൂ. എന്നാൽ എനിക്കറിയാം ഞാൻ ആർക്ക് വേണ്ടിയാണ് ശപിക്കുന്നത്. നിൻ്റെ അവകാശത്തിന് പങ്ക് പറ്റിയവൻ കടക്കുന്നില്ല. ഇത് ദൂതാണ്. നിൻ്റെ അവകാശത്തിന് പങ്ക് അവന് കൊടുത്താൽ നിൻ്റെ പാനപാത്രത്തിന് പങ്ക് അവൻ ഏറ്റെടുക്കും. നീ കൊടുത്തില്ലെങ്കിലും. ആ വാക്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും, അടുത്ത പറഞ്ഞേ, തന്നെ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുക നീ പ്രവർത്തിച്ചതുമായ നിൻ്റെ നന്മ എത്ര വലുത്. ദൈവം തൻ്റെ ഭക്തന് വേണ്ടി നന്മ കരുതുന്നു, നന്മ നോക്കി വെക്കുന്നു. 2, ദൈവം തൻ്റെ ഭക്തന് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുക അത്ഭുതങ്ങൾ ചെയ്യും. അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. ആരാണ് ഈ മനുഷ്യപുത്രന്മാർ? 66-ാം സങ്കീർത്തനം 18-ാം വാക്യം വായിച്ചാൽ, 10-ാം വാക്യം വായിച്ചാട്ടെ, 66 Psalm 10 വായിച്ചാട്ടെ. ദൈവമേ നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു, നീ ഞങ്ങളെ വലയിൽ അകപ്പെടുത്തി ഞങ്ങളുടെ മുതുകത്ത് ഒരു വലിയ ഭാരം വെച്ചിരിക്കുന്നു.
നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കി. ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു. എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ദൈവമേ, നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു. പിന്നെന്തുവാ? നീ ഞങ്ങളെ വലയിലകപ്പെടുത്തി. നീ ഞങ്ങളുടെ മുതുകത്ത് വലിയൊരു ഭാരം വെച്ചു. നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കി. ഞങ്ങൾ തീയിലും വെള്ളത്തിലൂടെ പോകേണ്ടി വന്നു. എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു. കൈയൊന്ന് ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറ. ഒരുപക്ഷെ നീ കഴിഞ്ഞ നാളിൽ അനുഭവിച്ചതല്ല ഇന്ന് രാത്രി അനുഭവിക്കുന്നത്. വലയ്ക്കകത്തായിരിക്കുന്ന അവസ്ഥ, മുതുകത്ത് ഭാരമിരിക്കുന്ന അവസ്ഥ, മനുഷ്യൻ തലയിൽ കയറി ഓടുന്ന അവസ്ഥ, തീയിലും വെള്ളത്തിലൂടെ പോകേണ്ടി വന്ന അവസ്ഥയെല്ലാം നീ അനുഭവിച്ചെങ്കിലും ദൈവം നിന്നെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു. എല്ലാവരും കൈയൊന്നടിച്ച് ദൈവത്തെ സൂചിച്ചുകൊണ്ട് പറ, എൻ്റെ ദൈവം എന്നെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരും. ഹല്ലേലൂയ! സമൃദ്ധിയിലേക്ക്. എന്താണ് എഴുതിയത്? നീ ഞങ്ങളെ വലയിലകപ്പെടുത്തി. ഞങ്ങളുടെ മുതുകത്ത് ഒരു വലിയ ഭാരം വെച്ചു. മുതുകത്ത് ഭാരം, ആകെ തല പൊക്കാവായിരുന്നു. അവിടെ എഴുതിക്കുന്നത് മനുഷ്യരെ തല ഉയർത്താനൊക്കാതെ തലയിൽ കയറി ഓടിക്കുമാറാക്കി. ഞങ്ങൾ തീയിലും വെള്ളത്തിലും പോകേണ്ടി വന്നു. എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു. നമ്മൾ മുമ്പേ വായിച്ചു 31:19, നീ മനുഷ്യരെ പുത്രന്മാർ കാണെ ഞങ്ങൾക്ക് വേണ്ടി. നോക്കൂ, ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. ഭക്തന് വേണ്ടി. ആരാണ് ഈ മനുഷ്യൻ? നീ മനുഷ്യപുത്രന്മാർ കാണെ ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. 61 സങ്കീർത്തനം പറഞ്ഞു, നീ മനുഷ്യരെ ഞങ്ങളുടെ തലയിൽ കയറി ഓടിക്കുമാറാക്കി. എന്താണ് എൻ്റെ അർത്ഥം? നീ മനുഷ്യപുത്രന്മാർ കാണെ അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞാൽ അവിടുത്തെ മനുഷ്യരാണ് അവിടുത്തെ മനുഷ്യപുത്രന്മാരാണ് ഇവിടുത്തെ മനുഷ്യർ എന്ന് പറഞ്ഞാൽ, മനുഷ്യർ കാണെ ദൈവം അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞാൽ നിൻ്റെ തലയിൽ കയറി ഓടിയവർ കാണെ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. അല്പകാലഘട്ടത്തിൽ മനുഷ്യൻ നിൻ്റെ തലയിൽ കയറി ഓടാൻ ദൈവം അനുവദിച്ചെന്ന് വരും. മനുഷ്യർ തലയിൽ കയറി ഓടുക എന്ന് പറഞ്ഞാൽ നിന്നെ അപമാനിക്കുന്നവരെ കുറിച്ചാണ്, നിന്നെ ആക്ഷേപിക്കുന്നവരെ കുറിച്ചാണ്, നിന്നെ നിന്ദിക്കുന്നവരെ കുറിച്ചാണ്, നിന്നെ വേദനിപ്പിക്കുന്നവരെ കുറിച്ചാണ്, നിന്നെ കരയിപ്പിക്കുന്നവരെ കുറിച്ചാണ്. ഹോഡി ഭാഷയ മനുഷ്യപുത്രന്മാർ കാണുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നീ എവിടെ അപമാനിക്കപ്പെട്ടുവോ, നീ എവിടെ ആക്ഷേപിക്കപ്പെട്ടുവോ, നീ എവിടെ ഒറ്റപ്പെട്ടുവോ, നീ എവിടെ തള്ളപ്പെട്ടുവോ, ആര് നിന്നെ വേദനിപ്പിച്ചോ, ആര് നിന്നെ കരയിപ്പിച്ചുവോ, ആര് നിന്നെ തള്ളിപ്പറഞ്ഞോ, അവർ കാണുക ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യോ. ശക്തിയോടെ അന്യ ഭാഷ പറഞ്ഞ് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പറ, ഞാൻ കരഞ്ഞെടുത്ത്, ഞാൻ വേദനപ്പെട്ടെടുത്ത്, ഞാൻ തള്ളപ്പെട്ടെടുത്ത്, മനുഷ്യൻ എന്നെ കരയിപ്പിച്ചെടുത്ത് എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യൂ. എല്ലാവരും കൈകളടിച്ച് അല്പസമയം ശക്തിയോടെ അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ, എന്നെ വേദനിപ്പിച്ചെടുത്ത്, എന്നെ കരയിപ്പിച്ചെടുത്ത്, എന്നെ തള്ളിക്കളഞ്ഞെടുത്ത്, ആരെന്നെ താഴ്ത്താൻ നോക്കിയോ, ആരെന്നെ അപമാനിക്കാൻ നോക്കിയോ, ആരെന്നെ ആക്ഷേപിക്കാൻ നോക്കിയോ, അവിടെ ദൈവം അത്ഭുതം ചെയ്യോ. നിന്റെ തലയിൽ കയറി ഓടിയവർ കാണെ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. ഒരു സ്റ്റേജിൽ നിന്നൊരു അഭിഷക്തൻ ദൂത് പറയുമ്പോൾ നീ പറയണം, ഈ ദൂത് എന്നോടാണെന്ന്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിച്ചെങ്കിൽ നീ പറയണം, ഈ ദൂത് എന്നോടാണ്. ഞാൻ അപമാനിക്കപ്പെട്ടിടത്ത്, ആക്ഷേപിക്കപ്പെട്ടിടത്ത്, എൻ്റെ പിതാവ് കരഞ്ഞെടുത്ത്, എൻ്റെ അമ്മ വേദനപ്പെട്ടിടത്ത് എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. എന്നോട് എല്ലാവരും ശക്തിയോടെ ആത്മനിറവിൽ ദൈവത്തെ സ്തുതിക്കുക. ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. നിന്റെ തലയിൽ കയറി ഓടിയവർ കാണുക, ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വാക്കുകൾ നിർത്തുന്നു. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരോടെത്തി കൺക്ലൂഡ് ചെയ്യണമല്ലോ. പ്രവാചകൻ്റെ കയ്യിൽ വന്ന് പ്രവാചകൻ പറഞ്ഞ, യജമാനനെ, നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ്, 2 Kings chapter 4:1 ഞാൻ പറയുന്നത്, നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, നിന്റെ ദാസൻ യഹോവാ ഭക്തനായിരുന്നു. ഇത് പറഞ്ഞാൽ കൺക്ലൂഡ്. ഞാൻ അപ്പുറത്ത് ഭക്തൻ എന്നൊറ്റ കാര്യം പ്രസംഗിക്കാത്തുള്ളൂ. ഭക്തൻ, അവൻ എൻ്റെ ഭർത്താവിനേക്കാൾ നിൻ്റെ ദാസനായിരുന്നു. നിൻ്റെ ദാസനതിനേക്കാൾ അവൻ ആരായിരുന്നു? ഭക്തൻ. എല്ലാവരും എന്നെ നോക്കി, അവനെ ഗോവാ ഭക്തൻ. നിങ്ങളെല്ലാം ചെറുപ്പക്കാരാ കൂടുതലും. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴോ നിങ്ങളുടെ കണ്ണടഞ്ഞ ശേഷമോ നിങ്ങളെ ഓർക്കുമ്പോൾ
നിങ്ങളുടെ തലമുറയുടെ കണ്ണ് നിറയണം. ഇത് കുറിച്ചിട്ട് വേണം ഞാനിവിടുന്ന് പോവാ. നിന്റെ തലമുറ പറയണം, എൻ്റെ പപ്പ ഒരു ദൈവഭക്തനായിരുന്നു, എൻ്റെ മമ്മി ഒരു ദൈവഭക്തയായിരുന്നു. ഇതിനേക്കാൾ വലിയൊരു നേട്ടവും നിനക്ക് കിട്ടാനില്ല. കരഞ്ഞോണം. ഒരു ഭക്തനായി ജീവിച്ച് ഭക്തനായി അവസാനിക്കണം. ഇവിടെ പ്രസിഡന്റ് ആയില്ലേലും സെക്രട്ടറി ആയില്ലേലും ഓവർസിയർ ആയില്ലേലും ഖജാൻജി ആയില്ലേലും സെൻട്രൽ പാസ്റ്റർ ആയില്ലെങ്കിലും ദൈവമേ, ഭക്തനായി ജീവിച്ചെനിക്ക് ഭക്തനായി അവസാനിക്കണം. എന്നെ ഓർക്കുമ്പോൾ എൻ്റെ തലമുറ കണ്ണ് നിറയണം. അവരഭിമാനത്തോട് പറയണം, എൻ്റെ പപ്പ ഒരു ഭക്തനായിരുന്നു. അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ടോ? 5-6 വീടുകൂടെ വാങ്ങി എന്നുള്ളതല്ല. ഏറ്റവും ന്യൂ ബ്രാൻഡ് കാറേ നീ കയറി നടക്കുന്നൊന്നും അല്ല. കുറേ വസ്തു വാങ്ങി നാട്ടിൽ കിട്ടെന്ന് പറയുന്നതല്ല. നിന്നെ ഓർക്കുമ്പോൾ നിൻ്റെ തലമുറയുടെ കണ്ണ് നിറയണം. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അപ്പനെ ഓർത്താൽ മതി, എൻ്റെ കണ്ണ് നിറയും. അദ്ദേഹം ഒന്നും സമ്പാദിച്ചു തന്നിട്ട് പോയില്ല, പക്ഷേ അദ്ദേഹം ഭക്തനായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സഭയുടെ പാസ്റ്റർ ഡോക്ടർ പോൾ യോഗിച്ചോടൊപ്പം അമേരിക്കയിലെ ഏറ്റവും വലിയ സമ്മേളനം പിസിനാക് കോൺഫറൻസിൽ വർഷങ്ങൾക്ക് മുമ്പ് 2006 ഞാൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ മമ്മി, എൻ്റെ അമ്മ എന്നോട് യാത്ര ചോദിക്കാതെ നിത്യത്തിലേക്ക് പോയി. എൻ്റെ അമ്മയെ ഓർക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറയും. അവരൊരു ഭക്തയായിരുന്നു. എല്ലാവർക്കും ദൈവത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. രാത്രി ദൈവത്തോട് പ്രാർത്ഥിക്കുകയല്ല, നെഞ്ചോട് ചേർത്ത് കൈ പിടിച്ച് കർത്താവിനോട് പറയാം, ഒരു ഭക്തനായി ജീവിച്ച് ഒരു ഭക്തനായി എനിക്ക് അവസാനിക്കണം കർത്താവേ. എൻ്റെ തലമുറ എന്നെ കൊണ്ട് അഭിമാനം കൊള്ളണം. എൻ്റെ സന്താനം എന്നെ ഓർത്ത് അഭിമാനം കൊള്ളണം. എന്നെ ഓർക്കുമ്പോൾ അവിടെ കണ്ണ് നിറയണം. അവർ പറയണം, എൻ്റെ പപ്പ ഭക്തനായിരുന്നു, എൻ്റെ മമ്മി ഭക്തയായിരുന്നു. എൻ്റെ പപ്പയുടെ കണ്ണുനീർ എന്നെ വലിയവനാക്കി. സമർപ്പിക്കുന്നവർ കൈ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചാട്ട്, കൈ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചാട്ട്. ഓ ഷറഖനിയ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഞങ്ങളുടെ ദൈവമേ, സ്വർഗപിതാവേ, നിൻ്റെ മക്കളെ ഒന്നിച്ച് ഞാൻ അനുഗ്രഹിക്കുന്നു. ഈ കൈ ഉയർത്തി എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. ഞങ്ങളെ ഒന്നുകൂടെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഇന്ന് വലുതായി കാണുന്നത് പലതും ചെറുതാപ്പാ. ഞങ്ങൾ ചെറുതായി കാണുന്ന പലതുമാണ് വലുത്. നിത്യതയ്ക്ക് വേണ്ടി ഓടുവാൻ ഞങ്ങളെ ഒരുക്കണമേ. നല്ല സാക്ഷ്യം കൊള്ളുവാൻ ഞങ്ങളെ ഒരുക്കണമേ. തലമുറകൾക്ക് വേണ്ടി കരയുവാൻ നിൻ്റെ അഭിഷേകം ഞങ്ങളുടെ മേൽ പകരണമേ. നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരേതൊക്കെ വിഷയത്തിനായി കരഞ്ഞുകൊണ്ടിരിക്കുന്നുവോ അതുമേൽ ഇന്ന് പകൽ ഒരു അത്ഭുതം നടക്കട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. തലയിൽ കയറി ഓടിയവർ കാണുക, ഇന്ന് പകൽ ഒരു അത്ഭുതം നടക്കട്ടെ. ശക്തി വെളിപ്പെടട്ടെ, കരം വെളിപ്പെടട്ടെ. നിൻ്റെ കൈ വ്യാപരിക്കുന്നു, നിൻ്റെ ശക്തി വെളിപ്പെടുന്നു. ഈ പകൽ ഒരു അത്ഭുതം നടക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ രോഗാത്മാവെ വിട്ടുമാറുക, ദോഷാത്മാവെ വിട്ടുമാറുക, അന്ധകാര വ്യാപാരമേ വിട്ടുമാറുക. എല്ലാവരും കരമടിച്ചാരാധിച്ചാട്. കർത്താവേ, നിന്റെ ശക്തി ഞങ്ങളുടെ മേൽ വ്യാപരിപ്പിക്കണമേ. നിന്റെ കൃപ ഞങ്ങളുടെ മേൽ വ്യാപരിക്കണമേ. വലിയ അഭിഷേകം ഞങ്ങളുടെ തലമുറ വ്യാപരിക്കണമേ. വിശേഷിച്ച് ഞങ്ങളുടെ സന്താനങ്ങളെ ഏൽപ്പിക്കുന്നു. ദൂഷ്ടന്റെ ചെങ്കോൽ, ഓഹോ, നീതിമാന്റെ അവകാശം ഇരിക്കയില്ല. ഞങ്ങളുടെ മേലോ ഞങ്ങളുടെ സന്താനത്തിന്മേലോ ദൂഷ്ടന്റെ ചെങ്കോൽ ഇരിപ്പാൻ പാടില്ല. അഭിഷേകം നുകത്തെ തകർക്കുമെങ്കിൽ ഇന്ന് പകലിവിടെ വ്യാപരിക്കുന്ന അഭിഷേകത്താൽ ദൂഷ്ടന്റെ ചെങ്കോൽ തകർന്നു മാറട്ടെ. വലിയ ശക്തി വ്യാപരിക്കട്ടെ. നിങ്ങളുടെ സന്താനങ്ങൾ ആത്മാവിൽ നിറയട്ടെ. അവർ അഭിഷേകത്തിൽ ദൈവത്തെ ആരാധിക്കട്ടെ. നിന്റെ കരം തൊടുന്നോർത്ത സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ.